ഇന്നത്തെ വർഷങ്ങൾക്ക് ശേഷം ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ കൃത്യം മൂന്നാമത്തെ വെള്ളിയാഴ്ചയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വൻ താരനിരയുടെ തിയേറ്ററുകളിലേക്ക് എത്തിയ വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ഇന്നത്തെ കേരള ട്രാക്കിംഗ് വേൾഡ് വൈഡ് കേരള എസ്റ്റിമേറ്റ് കണക്കുകളെല്ലാം തന്നെ പുറത്തു വരുമ്പോൾ ഇന്നലത്തെ അപേക്ഷ എന്ന സിനിമയ്ക്ക് കളക്ഷൻ വർധന കേരളത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 42 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് 45 ലക്ഷത്തിന് മുകളിലാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്നലെ 85 ലക്ഷമാണ് കേരളത്തിൽ സിനിമ നേടിയെടുത്തതെങ്കിൽ ഇന്ന് 90 ലക്ഷത്തിലേക്ക് സിനിമയുടെ കേരള ഗ്രോസ് എത്തുമെന്നാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തോടെ സിനിമയുടെ കേരള ഗ്രോസ് 33 കോടിയിലേക്ക് എത്തുന്നതാണ്. കേരളത്തിൽ ഇന്ന് ഇലക്ഷൻ ദിനമായിട്ടും അതോടൊപ്പം തന്നെ ഇന്ന് രാവിലത്തെ മോർണിംഗ് ഷോസ് സിനിമയ്ക്ക് ഇല്ലാതിരുന്നിട്ടും PVR ഉൾപ്പെടെയുള്ള തിയേറ്ററുകൾ വൈകിട്ട് 4 മണി മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടും സിനിമയ്ക്ക് ഇന്ന് കളക്ഷൻ ഇടിവ് സംഭവിച്ചിട്ടില്ല. അത് നൽകുന്ന സൂചന അടുത്ത 2 ദിവസങ്ങളിലും സിനിമയ്ക്ക് ഡീസന്റ് കളക്ഷൻ കേരളത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ്. എന്തായാലും 1 കോടി വീതം അടുത്ത 2 ദിവസങ്ങളിൽ കേരളത്തിൽ പ്രതീക്ഷിക്കാം. ഇനി സിനിമയുടെ 16 ദിവസത്തെ വേൾഡ് വൈഡ് എസ്റ്റിമേറ്റിലേക്ക് വരികയാണെങ്കിൽ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ 75 കോടി രൂപയ്ക്ക് മുകളിൽ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് ഇന്നത്തോടെ കടക്കുകയാണ്. 75-76 കോടി റേഞ്ചിലാണ് 16 ദിവസത്തെ വർഷങ്ങൾക്ക് ശേഷം വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് നാം പ്രതീക്ഷിക്കുന്നത്. തിയേറ്ററുകളിലെ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത 20 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ഫൈനൽ വരെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.